തിരുവനന്തപുരം മുതലപ്പുഴയിൽ പൊഴി മുറിക്കാൻ അനുവദിക്കില്ല എന്ന് മത്സ്യത്തൊഴിലാളികൾ. അഴിമുഖത്ത് ഡ്രഡ്ജിംഗ് കാര്യക്ഷമമാകാതെ പൊഴി തുറക്കാൻ അനുവദിക്കില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ അറിയിക്കുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, നാളെ മുതൽ പൊഴി മുറിക്കാനുള്ള നീക്കം നടക്കാനിരിക്കുകയാണ്. ഇങ്ങനെ നിലപാട് വ്യക്തമാക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ. എന്താണ് അവർ പറയുന്നത്? തുടർന്ന് ഏത് രീതിയിൽ ഈ വിഷയം കൈകാര്യം ചെയ്യാനാണ് ആലോചിക്കുന്നത് അജീഷ്? റിജിത്ത്, ഈ പൊഴി മുറിക്കാൻ അനുവദിക്കില്ലെന്നുള്ളത് മത്സ്യത്തൊഴിലാളികളുടെ നേരത്തെ തന്നെ എടുത്ത തീരുമാനമായിരുന്നു. പക്ഷെ ഇന്ന് മന്ത്രിതലത്തിൽ നടന്ന ചർച്ചയിൽ ഒരു അനുനയം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ചർച്ചയിൽ ഒട്ടും സംതൃപ്തരല്ലാത്ത സംയുക്ത മത്സ്യത്തൊഴിലാളി സമിതി ഇന്ന് വൈകിട്ട് മുതലപ്പുഴയിൽ വീണ്ടും ഒരു യോഗം ചേർന്നിരുന്നു. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഈ പൊഴി മുറിക്കാൻ അനുവദിക്കില്ലെന്ന് തീരുമാനമെടുത്തത്. നാളെയായിരുന്നു പോലീസിന്റെ സാന്നിധ്യത്തിൽ ജില്ലാ ഭരണകൂടം പൊഴിമുറിക്കാൻ തീരുമാനിച്ചത്. ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് ഈ നടപടിയിലേക്ക് കടക്കുക. ഈ പൊഴി മുറിച്ചു കഴിഞ്ഞാൽ സമീപത്ത്, അതായത് ഈ മണൽ അടിഞ്ഞുകൂടി വെള്ളക്കെട്ടുണ്ടായ ഭാഗങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകാൻ സഹായമാകും. ഇതാണ് സർക്കാരിന്റെ വിശദീകരണം. ഇതിനു വേണ്ടിയിട്ടാണ് പൊഴി മുറിക്കുന്നത്. ഇതുവഴി മത്സ്യത്തൊഴിലാളികൾക്ക് ബോട്ടുകൾ കടലിലേക്ക് ഇറക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും അഴിമുഖത്ത് ഡ്രഡ്ജിംഗ് കാര്യക്ഷമമാക്കി മണൽ നീക്കാതെ പൊഴി മുറിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. നാളെ പോലീസ് എത്തുമ്പോൾ അവരെ തടയുമെന്നും പറയുന്നുണ്ട്. ശരി, അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.